ആനന്ദ ആപ്പിലൂടെ, നമ്മുടെ LICയുടെ ആനന്ദ ആപ്പിലൂടെ പോളിസി ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മൾ ചെയ്യണേന്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഈസി ആയിട്ട്, കുറച്ച് ലാഗൊക്കെ വരും, കാരണം അത് സൈറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളാണ്. ഞാനും ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല, എങ്കിൽ പോലും അറിയില്ലാത്തവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്, വീഡിയോ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഏത് വീഡിയോ ഇട്ടാലും. എന്നാലാണ് എനിക്ക് കൂടുതൽ പിന്നെയും ചെയ്യാൻ താല്പര്യം തോന്നുള്ളൂ. നിങ്ങൾ കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് സബ്സ്ക്രൈബും ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ഞാൻ പുതിയ പുതിയ അറിവുകൾ, നമുക്ക് LICയില് ബിസിനസ് മാത്രമല്ല, ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോ പുതിയ സൂപ്പർ സെയിൽസ് ആപ്പ് വരുന്നു, അതിനകത്ത് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കണ കാര്യം, പിന്നെ അതിനകത്തൂടി നമ്മൾ കൊട്ടേഷൻ അയക്കണത്, പിന്നെ ഓരോ പോളിസിയുടെയും അത് എന്താ പറയാ ലിങ്ക്ഡ് ആയിട്ടുള്ള കൊട്ടേഷൻ, അങ്ങനെ എല്ലാം അയക്കുന്ന കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഉള്ള നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാതെ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പോളിസി ഒരു ആനന്ദ ആപ്പിലൂടെ അടിക്കേണ്ടതെന്ന് കുറെ പേർക്കൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ അറിയില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. കാരണം ഞാനൊക്കെ ഒരുവിധം പ്രായമുള്ള ആളാണ്, അതുപോലെ തന്നെയാണ് മിക്കവാറും ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ നന്നായി ചെയ്യുന്നു, പ്രായമായവരും ചെയ്യുന്നവരുണ്ട് നന്നായിട്ട്. പക്ഷെ അറിയില്ലാത്തവർക്ക് ഇതൊരു ഉപകാരമാകട്ടെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ എടുത്തു. ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആനന്ദ എന്നും പറഞ്ഞ് കൊടുത്താൽ മതി. ആനന്ദ 2.0 ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആനന്ദ 2.0 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇതില് കസ്റ്റമർ അല്ല, നമ്മൾ സെയിൽസ് ചാമ്പ്യൻസ്, ഏജന്റുമാര് അങ്ങനെയാണ് പറയണത്, സെയിൽസ് ചാമ്പ്യൻസ്. അതിൽ നമ്മുടെ യൂസർ ID കൊടുക്കാൻ പറയും. ചിലപ്പോൾ നമുക്ക് യൂസർ ID ഉണ്ടാക്കി വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾ OTP വഴി ചെയ്യുമ്പോൾ ഇതാ കണ്ടോ, ലോഗിൻ വിത്ത് OTP അല്ലെങ്കിൽ പാസ്വേഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ OTP വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഏജൻസി കോഡാണ് യൂസർ ID ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം, 0 ചേർത്ത് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കോളം ടിക്ക് ചെയ്യണം. ഗെറ്റ് OTP കൊടുക്കുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്, ഏജന്റിന്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ID വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ മൊബൈൽ നമ്പറിൽ താമസമാണെങ്കിൽ ഇമെയിലിൽ നോക്കിയാലും മതി. OTP വന്നു, അത് നമ്മൾ അടിക്കാൻ പോവാണ്. അപ്പൊ ആ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ OTP അടിക്കുക കേട്ടോ. OTP അടിച്ചു. അതിനുശേഷം ഇത് ടിക്ക് ചെയ്ത് കൊടുത്തു, അതിന്റെ ലോഗിൻ കൊടുക്കുക. ഇൻവാലിഡ് OTP. വേറെ OTP വന്നിട്ടുണ്ട്, അതാണ് അടിക്കേണ്ടത്. റീസെന്റ് OTP അടിക്കണമായിരുന്നു, ഞാൻ അതിന് മുമ്പുള്ള OTP അടിച്ചത്, അതുകൊണ്ടാണ്. അപ്പൊ അത് കഴിഞ്ഞ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ വെൽക്കം ടു ആനന്ദ 1 man ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞു. ഈ പേജിലേക്ക് വരും. ഈ പേജിലേക്ക് വരുമ്പോ നമ്മുടെ ഈ വർഷം അടിച്ചു പൊളിച്ചിട്ടുള്ള പോളിസിയുടെ കാര്യങ്ങള്, ടോട്ടൽ പോളിസി, ടോട്ടൽ ഇൻഫോഴ്സ് പോളിസി, ഈ വർഷത്തെ ആട്ടോ കാണിക്കണേ, ടോട്ടൽ ലാപ്സ്ഡ് പോളിസി, ഇതെല്ലാം കാണിക്കും ഇവിടെ. ഫോർ കറന്റ് മന്ത് എത്രണ്ണം കൊടുത്തിട്ടുണ്ടെന്നും കാണിക്കും. ഇത് ഞാൻ ഈ മാസം ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ, ഇനി ഒരെണ്ണം അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടോട്ടലായിട്ട് ഈ വർഷം ഇത്രയും പോളിസി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഈ പ്ലാൻസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഒരു പോളിസി അടിക്കാൻ പോകുമ്പോൾ നമ്മൾ പ്ലാൻസ് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇത് എല്ലാ പ്ലാനും ഇവിടെ കാണിക്കും. ഏത് പോളിസിയാണോ അടിക്കണേ, അപ്പൊ ഈ സൈഡിലുള്ള കോളം ടിക്ക് ചെയ്ത് കൊടുത്താലാണ്
നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. പെൻഷൻ പ്ലസ് നമ്മൾ സെലക്ട് ചെയ്തു. ഈ കോളം സെലക്ട് ചെയ്താലാണ് ഇത് ഇവിടെ പ്രൊസീഡ് കാണിക്കുള്ളൂ. പ്രൊസീഡ് കാണിച്ചു. അതിനുശേഷം ഈ വരുന്ന കോളത്തിൽ നമ്മുടെ എടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ റെഡ് മാർക്ക് കിടക്കുന്ന കോളങ്ങളെല്ലാം കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ അത് കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഫീമെയില്, മൊബൈൽ നമ്പർ, പിന്നെ അത് തന്നെ വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ അതവിടെ വന്നോളും. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, റെസിഡന്റ് ഇന്ത്യൻ ആണോ NRI ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതും അടിച്ചു കൊടുത്തു. അതിനുശേഷം ഇവിടെ ഇത് എംപ്ലോയി സ്കീമാണോ എന്നാ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കുന്നത്, അതല്ലാന്ന് കൊടുത്തു. അതിനുശേഷം പ്രൊസീഡ് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്തതിൽ ചോദിക്കുന്നത് നമ്പർ ഓഫ് പ്രപ്പോസൽ, അയാൾക്ക് എത്ര പ്രപ്പോസൽ ഉണ്ടെന്നാ. അപ്പൊ നമ്മൾ ഒരു പ്രപ്പോസൽ കൊടുത്തു. പിന്നെ റിലേഷൻഷിപ്പ് സെൽഫ് ചോദിക്കും. അപ്പൊ നമ്മളുടെ പേരിൽ തന്നെയാണ് പോളിസി എടുക്കണമെങ്കിൽ സെൽഫ് അവിടെ വന്ന് കിടക്കും, നമ്മുടെ പേരൊക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും. പിന്നെ പ്രീമിയം എത്രയാണ് നമ്മൾ അടിക്കണേന്നാണ് കാണിക്കണേ. അപ്പൊ ഞാനിപ്പം മന്ത്ലി 3000 അടയ്ക്കണേ. പോളിസി ടേം എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോ 10 അടിച്ചു കൊടുത്തു. പ്രീമിയം പേയിങ് ടൈം അതും 10 അടിച്ചു കൊടുത്തു. പ്രീമിയം ടൈപ്പാ, പേയിങ് ടൈം അല്ല, പ്രീമിയം ടൈപ്പാണ് അവിടെ. മന്ത്ലി പ്രീമിയം ടൈപ്പ് റെഗുലർ ആണോ സിംഗിൾ ആണോ എന്ന്. അപ്പൊ നമ്മൾ റെഗുലർ അടിച്ചു ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രീമിയം പേയിങ് ടൈം, ഇവിടെ പോളിസി ടൈം കൊടുത്തായിരുന്നു, ഇവിടെ അത് തന്നെ പ്രീമിയം പേയിങ് ടൈം വന്നിട്ടുണ്ട്. ഇനി പേയ്മെന്റ് മോഡ് നമ്മൾ മന്ത്ലി. പിന്നെ നാച്ച് ആണോ എന്നാ ചോദിക്കുന്നത്. നാച്ച് യെസ് കൊടുത്തു. ഇത് നാച്ച് കൊടുത്താലും നമുക്ക് ഡയറക്റ്റ് ആയിട്ടും അടച്ചു കൊടുക്കാം. ഈ പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഫണ്ട് ഓപ്ഷൻ, ഏത് ഫണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നാ. നമുക്ക് 4 സൈസ് ഫണ്ട് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടണ ഗ്രോത്ത് ഫണ്ടിലാണ്. ഞാൻ അതുകൊണ്ട് ഗ്രോത്ത് ഫണ്ട് നമുക്കറിയാലോ, സ്വിച്ച് ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഫണ്ടിലേക്ക് ഷെയർ മാർക്കറ്റ് താഴ്ന്നു പോകുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയിടാം. അപ്പൊ ഞാൻ പെൻഷൻ ഫണ്ടില് ഗ്രോത്ത് ഫണ്ട് സെലക്ട് ചെയ്തു. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഇന്നത്തെ വന്നു. അപ്പൊ കാൽക്കുലേറ്റ് പ്രീമിയം, മറ്റു പോളിസികളിലൊക്കെയാണ് ഈ കാൽക്കുലേറ്റ് പ്രീമിയം കൊടുക്കണം. ഇതിനകത്ത് ഓൾറെഡി നമുക്ക് അറിയാം. ഒരു മാസത്തെ പ്രീമിയം വന്നു, ഇയർലി പ്രീമിയം വന്നു, ഹാഫ് ഇയർലി പ്രീമിയം വന്നു, ക്വാർട്ടർലി പ്രീമിയം വന്നു. ഇതിന് ശേഷം നമ്മൾ അതിന്റെ ബെനിഫിറ്റ് ഇല്ലസ്ട്രേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏത് പോളിസിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അടിക്കേണ്ടത്. സേവ് കോട്ട് കൊടുത്തു. കൊട്ടേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി. ഡു യു വാണ്ട്, ഇനി വേറെ പോളിസി ആഡ് ചെയ്യുന്നുണ്ടോന്നാ. അപ്പൊ ഞാൻ ഇല്ല എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മള് ഡിഒ കോഡൊക്കെ വന്നു. ഇനി സാറ്റലൈറ്റിന്റെ കോഡാണ് ചോദിക്കുന്നത്. ഇത് ഞങ്ങളുടെ സാറ്റലൈറ്റിന്റെ കോഡ് ഇതാണ്. ഞാൻ കോതമംഗലം സാറ്റലൈറ്റിലാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി പ്രൊസീഡ് ടു പ്രപ്പോസൽ. ഇനി നമ്മൾ പ്രപ്പോസലിലേക്ക് പോവുകയാണ്.